വയനാട്ടിൽ വിദ്യാർത്ഥികൾ 7ഉം 8ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചു. വയനാട് തലപ്പുഴയിലാണ് സംഭവം. അനൂപ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. അനൂപ്, വിശദാംശങ്ങൾ. വയനാട് തലപ്പുഴയിലാണ് സംഭവം. രണ്ട് വിദ്യാർത്ഥിനികളും ഒരു വിദ്യാർത്ഥിയും പീഡിപ്പിക്കപ്പെട്ടതായാണ് പരാതി. പീഡനത്തിനിരയായത് 7ഉം 8ഉം വയസ്സുള്ള കുട്ടികളാണ്. സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരും പ്രായപൂർത്തിയാകാത്തവരാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസ് 3 പേർക്കെതിരെ, പ്രായപൂർത്തിയാവാത്ത 3 പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. 2-3 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് പീഡനത്തിനിരയായതെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം തലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയ സ്കൂൾ അധ്യാപകരാണ് ഇത്തരമൊരു പരാതി പോലീസിന് നൽകിയിരുന്നത്. തലപ്പുഴ പോലീസ് ഇന്നലെ തന്നെ പോക്സോ ഉൾപ്പെടെ 3 കേസുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാനന്തവാടി പോലീസ് ഇൻസ്പെക്ടറുടെ ചുമതല കൂടി വഹിക്കുന്ന പുൽപ്പള്ളി അബ്ദുൾ ബഷീറിന്റെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള പുറമെ നിന്നുള്ളവരുടെ ഇടപെടലോ മറ്റോ കാര്യങ്ങളോ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും പ്രാഥമികമായി പോലീസ് പറയുന്നത് 3 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ്. അതും പ്രായപൂർത്തിയാവാത്ത 3 പേർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനൂപ്, കുട്ടികളുടെ കൗൺസിലിംഗ് ചെയ്തതോടുകൂടിയാണ് ഈ സംഭവം പുറത്തായെന്ന് പറയുന്നു. അതായത് നേരത്തെ തന്നെ ഏറെ നാളുകളായി നടക്കുന്ന ഒരു സംഭവമാണോ? എങ്ങനെയാണിത്? ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ തന്നെ സ്കൂൾ അധികൃതർ ഈ 3 കുട്ടികൾ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതർ ഇവരെ കൗൺസിലിംഗിന് വിധേയമാക്കുകയായിരുന്നു. ഈ കൗൺസിലിംഗിനിടെയാണ് കുട്ടികൾ ഇത്തരം ഒരു ശാരീരികമായ ഒരു പീഡനം ഏറ്റ വിവരം സ്കൂൾ അധികൃതരോട് പറയുന്നത്. അപ്പോൾ തന്നെ സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്: 7ഉം 8ഉം വയസ്സുള്ള കുട്ടികളാണ്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും പീഡനത്തിനിരയായതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിരിക്കുന്നതും ഇവിടെ തന്നെയുള്ള 3 കുട്ടികൾക്കെതിരെയാണ്. ഇവരും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടികളെ കൂടുതൽ കൗൺസിലിംഗ് വിധേയമാക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരം അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസ് വിശദമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത്, അല്ലെങ്കിൽ അതിനുണ്ടായ അത്തരം സാഹചര്യങ്ങൾ എന്താണ്, ഇതെല്ലാം പരിശോധിച്ചു വരികയാണ് പോലീസ്. അനൂപാണ് വിവരങ്ങൾ നൽകിയത്. കുണ്ടറ പീഡനക്കേസിലെ പ്രതി വിക്ടറിന്റെ ഭാര്യ ലതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ലതയെ ആശുപത്രിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ലതയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ഡോക്ടർ പറഞ്ഞു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാറിന്റെ വിശദാംശങ്ങൾ. 2 കേസുകളിലാണ് ഇപ്പോൾ വിക്ടറുടെ ഭാര്യ ലത അറസ്റ്റ് ആയിട്ടുള്ളത്. ഒന്ന് കുണ്ടറയിലെ മറ്റൊരു പെൺകുട്ടി കേസിലും 2ലും വിക്ടറും ഭാര്യ ലതയും ഇപ്പോൾ പ്രതികളാണ്. രാവിലെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര ഡിവൈഎസ്പി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമല്ല, ഇവരെ ഇവിടെ കൊണ്ടുപോകാനാകില്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഡോക്ടർമാർ കൈമാറിയിട്ടുണ്ട്. ഈ കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് പോലീസിന് കൈമാറി. ഇതിന്റെ ഈ പകർപ്പ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യും. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലുള്ള ക്രോണിനെതിരെ പോക്സോ കൂടി ചുമത്തി. മിഷേലിന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപും ക്രോണിൻ ശല്യം ചെയ്തിരുന്നതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പുതിയ വകുപ്പ് കൂടി ചുമത്തിയത്. മിഷേലിന്റെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമമായ പോക്സോ ചുമത്തുന്നതിന് കാരണം മിഷേലിന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപും മിഷേലിനെ ക്രോൺ ശല്യം ചെയ്തിരുന്നു എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ്. ക്രോണിന്റെ മൊഴി കൂടി അടിസ്ഥാനമാക്കിയാണ് പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്തത്. 2 വർഷത്തിലധികമായി മിഷേലുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് ക്രോണിന്റെ മൊഴി. ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രമാണ് മിഷേലിന് 18 വയസ്സ് പൂർത്തിയായത്. മാത്രമല്ല, മിഷേലിനെ വർഷങ്ങളായി ക്രോൺ ശല്യം ചെയ്തിരുന്നതായി മിഷേലിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയും ഇക്കാര്യത്തിൽ നിർണായകമായി. മിഷേലിനെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് പുതിയ ചില വകുപ്പുകൾ കൂടി ചുമത്തിയതായും റിപ്പോർട്ടിലുണ്ട്.
ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ക്രോണിനെതിരെ ഇതുവരെ ചുമത്തിയിരുന്നത്. പോക്സോ നിയമം കൂടി ഉൾപ്പെടുത്തിയതോടെ നടപടി കൂടുതൽ കടുത്തതാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്തർപ്രദേശിൽ അറവുശാലകൾ പൂട്ടിയതിനെതിരെ പ്രതിഷേധം. നാളെ മുതൽ കടകൾ അടച്ചിടുമെന്ന് മാംസവ്യാപാരികൾ അറിയിച്ചു. തലസ്ഥാനമായ ലക്നൌവിൽ സസ്യേതര ഭക്ഷണം ലഭിക്കില്ല. അനധികൃതമെന്ന പേരിൽ മീൻ ചന്തകളും അടച്ചുപൂട്ടുകയാണ്. ബിജെപിക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കുകയും യോഗി ആദിത്യാനന്ദ മുഖ്യമന്ത്രിയാവുകയും ചെയ്തതിനു പിന്നാലെ മാംസവ്യാപാരികൾക്ക് നേരെ ആരംഭിച്ച അക്രമം ഉത്തർപ്രദേശിൽ വ്യാപിക്കുകയാണ്. തലസ്ഥാനമായ ലക്നൌവിലെ മുഴുവൻ അറവുശാലകളും പൂട്ടി. വിദൂര പ്രദേശങ്ങളിൽ സംഘപരിവാർ പ്രവർത്തകർ അറവുശാലകൾക്ക് തീയിട്ടതോടെ വർഗീയ സംഘർഷത്തിന്റെ ഭീതിയും ഉടലെടുത്തിട്ടുണ്ട്. അനധികൃതമെന്ന പേരിൽ മീൻ ചന്തകളും അടച്ചുപൂട്ടിയതോടെ തലസ്ഥാനമായ ലക്നൌ പൂർണ്ണമായും വെജിറ്റേറിയനായി. മാംസവ്യാപാരികൾക്ക് നേരെ കയ്യേറ്റവും ഉണ്ടാകുന്നു. നാളെ മുതൽ മുഴുവൻ കടകളും അടച്ചിടുമെന്ന് മാംസവ്യാപാരികൾ തീരുമാനിച്ചു. ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും സമരം ബാധിക്കും. ലക്ഷക്കണക്കിന് പേർക്ക് നിലവിൽ തൊഴിൽ നഷ്ടമായി. ഉത്തർപ്രദേശിലെ ബിജെപി സർക്കാർ നിലപാട് ഇന്ത്യയുടെ മാംസ കയറ്റുമതിയെയും ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യു.പിയിൽ ബിജെപി അധികാരത്തിൽ വന്നതോടെ പ്രതീക്ഷിക്കാത്തതിലും വേഗത്തിലാണ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക രീതിയിലുള്ള ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലൈസൻസുള്ള മാംസ വിൽപ്പനശാലകൾ അടിച്ചു തകർക്കുകയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാധാരണ നിലക്ക് ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിലാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതിയ ബിജെപി ഗവൺമെൻറ് അധികാരത്തിലേറിയതോടെ ഉത്തർപ്രദേശിൽ നിരവധി നടപടികളാണ് നടന്നു വരുന്നത്. സി.ആർ. മഹേഷിന്റെ രാജിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് വെട്ടൂർ ജ്യോതിപ്രസാദ്. ഹിന്ദുക്കളായ നേതാക്കളെ തകർക്കാൻ കോൺഗ്രസിൽ ആസൂത്രിത നീക്കം നടക്കുന്നതായി വെട്ടൂർ ജ്യോതിപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഹൈന്ദവരായ നേതാക്കളെ സംഘപരിവേഷം ചാർത്തി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ജ്യോതിപ്രസാദ് ആരോപിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനുയായിയാണ് വെട്ടൂർ ജ്യോതിപ്രസാദ്. ഇക്കാര്യം വിവാദമായതിനെ തുടർന്ന് ജ്യോതിപ്രസാദ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. എയർ ഇന്ത്യ ജീവനക്കാരനായ മലയാളിയെ മർദ്ദിച്ച ശിവസേന എംപിക്ക് പിന്തുണയുമായി കേന്ദ്ര സർക്കാർ. വിമാനയാത്ര ചെയ്യുന്നതിൽ നിന്നും എംപിക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നിയമവിരുദ്ധമെന്ന് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി PP ചൌധരി പറഞ്ഞു. അതേസമയം വധശ്രമ കേസ് എടുത്തെങ്കിലും MP അറസ്റ്റ് ചെയ്യുന്നത് വൈകുകയാണ്. ബിസിനസ് ക്ലാസ് നൽകിയില്ലെന്നാരോപിച്ച് ശിവസേന MP രവീന്ദ്ര ഗെയ്ക്വാദ് എയർ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജരും കണ്ണൂർ സ്വദേശിയുമായ സുകുമാറിനെ മർദ്ദിച്ചതിനാണ് എയർലൈൻസ് ഫെഡറേഷൻ MPക്ക് വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ എയർലൈൻസ് ഫെഡറേഷന്റെ യാത്രാവിലക്ക് നിയമവിരുദ്ധമെന്നാരോപിച്ചാണ് കേന്ദ്ര നിയമസഹമന്ത്രി PP ചൌധരി രംഗത്തെത്തിയത്. ജീവനക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമെന്നായിരുന്നു ഫെഡറേഷന്റെ നിലപാട്. മുംബൈയിലേക്ക് തിരിക്കാനിരുന്ന MPയുടെ മടക്ക ടിക്കറ്റ് എയർ ഇന്ത്യയും ഇൻഡിഗ എയർലൈൻസും റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ MPമാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ വിമാന കമ്പനികൾക്ക് നിയമാവകാശമില്ലെന്നാണ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ അവകാശവാദം. ഹൃദ്രോഗി കൂടിയായ മലയാളി ഉദ്യോഗസ്ഥനെ ചെരിപ്പൂരി മുഖത്തടിച്ച് മർദ്ദിച്ച MPക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെങ്കിലും അറസ്റ്റ് വൈകുകയാണ്. നേരത്തെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് ശിവസേന MP ട്രെയിൻ മുഖാന്തരം മടങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിജെപി കേന്ദ്ര നേതൃത്വത്തിലും കേന്ദ്രമന്ത്രിസഭയിലും അഴിച്ചുപണി കുരുങ്ങുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വസുന്ധര രാജെ സിന്ധ്യയെ മാറ്റുന്നതിനും പാർട്ടിയിൽ ആലോചന ശക്തമായി. ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് കേരള നേതാക്കളെ കൊണ്ടുവരും. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിന് പിന്നാലെയാണ് BJP ദേശീയ നേതൃത്വത്തിൽ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങുന്നത്. പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ദിനേശ് ശർമ്മ, ദേശീയ സെക്രട്ടറി ശ്രീകാന്ത് ശർമ്മ എന്നിവർ ഉത്തർപ്രദേശ് മന്ത്രിസഭയിൽ അംഗങ്ങളായി. പാർട്ടിയിലും സർക്കാരിലും ഒരാൾക്ക് ഒരു പദവി എന്നതാണ് BJPയുടെ നയം. ഇതുകൂടി കണക്കിലെടുത്താണ് ദേശീയ നേതൃത്വത്തിൽ പുനഃസംഘടനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കുന്നത്. പാർട്ടി അടിത്തറ വിപുലമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ദേശീയ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കും. അതേസമയം കേന്ദ്ര മന്ത്രിസഭയിലും പുനഃസംഘടന ഉടൻ നടത്തുമെന്നാണ് വിവരം. പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ രാജിവെച്ച ഒഴിവ് നികത്തുന്നതിനൊപ്പം പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ കേന്ദ്രമന്ത്രിയാക്കുമെന്നാണ് റിപ്പോർട്ട്. രാജസ്ഥാനിൽ നേതൃമാറ്റത്തിനായുള്ള ചർച്ചകൾ BJP തുടങ്ങി. വസുന്ധര രാജെ സിന്ധ്യയ്ക്ക് പകരം ജനറൽ സെക്രട്ടറി ഓം മാഥൂറിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. വസുന്ധര രാജെ പാർട്ടി ദേശീയ ഭാരവാഹിയോ കേന്ദ്രമന്ത്രിയോ ആകും. മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിന് നിർണായക പിന്തുണ നൽകിയ നാഷണൽ പീപ്പിൾസ് പാർട്ടിയെയും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവും സജീവമാണ്.
BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ, ദേശീയ ആസ്ഥാനത്ത് ചുമതല വഹിക്കുന്ന അരവിന്ദ് മേനോൻ, R ബാലശങ്കർ തുടങ്ങിയ നേതാക്കൾ BJP ഭാരവാഹിത്വ നിരയിലേക്ക് എത്തും. മനുശങ്കർ, ദില്ലി. മലപ്പുറത്തെ SDPI വെൽഫെയർ പാർട്ടി രഹസ്യബന്ധം തള്ളാതെ ലീഗ് നേതൃത്വം. നിലപാട് വ്യക്തമാക്കേണ്ടത് അതത് പാർട്ടികളെന്ന് KP മജീദും PK കുഞ്ഞാലിക്കുട്ടിയും. 2014 80,000-ഓളം വോട്ട് നേടിയ SDPI വെൽഫെയർ പാർട്ടികൾ ഇത്തവണ മത്സരിക്കുന്നില്ല. കോലീബി സഖ്യനീക്കത്തിനൊപ്പം SDPI വെൽഫെയർ പാർട്ടികളുമായി ലീഗ് കൂട്ടുകൂടുന്നു എന്ന ആരോപണത്തോട് കരുതിയുള്ള പ്രതികരണമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മലപ്പുറത്ത് ഈ പാർട്ടികളുമായി ചേരേണ്ട ആവശ്യം ലീഗിനില്ല. എന്നാൽ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. സ്ഥാനാർത്ഥിയെ നിർത്താത്ത SDPI വെൽഫെയർ പാർട്ടികളാണ് അവരുടെ നിലപാട് പറയേണ്ടതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് പറഞ്ഞു. ഓരോ പാർട്ടിയുടെ നിലപാടുകളാണെങ്കിലും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. അല്ലാതെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ ആരോപണം വരുന്നല്ലാതെ അതിനൊന്നൊരു കഴമ്പില്ല, ഇതൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. ഓരോ പാർട്ടിക്കും തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. അവർ പറയും ഞങ്ങൾ തീരുമാനിച്ചതാണ്, അതിനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറയും. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: അവരതല്ലേ പറയുള്ളൂ. പിന്നെ അവരെ ഓരോ പാർട്ടികൾ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞോളൂ. നമുക്കെന്തിനാ അതിനെക്കുറിച്ച് ഇവരെന്തിനും, പിന്നെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ അത്ഭുതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI 47,853 വെൽഫെയർ പാർട്ടി 29,216 വോട്ടും മലപ്പുറത്ത് നേടിയിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളാൽ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കൂടി എത്തുന്നതോടെ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകും. മലപ്പുറത്ത് നിന്നും AK ലതീഷ്. താനൂരിൽ മുഖ്യമന്ത്രിയെയും CPIM നേതാക്കളെയും അപമാനിച്ച് മുസ്ലിം ലീഗ് വീണ്ടും രംഗത്ത്. മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം നൽകുന്ന യുവതിയുടെ ഫോട്ടോയോടൊപ്പം അശ്ലീലം ചേർത്താണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സൈബർ സെല്ലിലും ജില്ലാ പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസലിന്റെ മണ്ഡല പര്യടനം തുടങ്ങി. പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച പര്യടനം 7 ദിവസം കൊണ്ട് പൂർത്തിയാകും. UDF NDA മുന്നണികളുടെ പര്യടനം മറ്റന്നാൾ ആരംഭിക്കും. കൊല്ലത്ത് ചിന്നക്കടയിൽ വൻ തീപിടുത്തം. പായ്ക്കടയിലെ നിരവധി കടകൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി. വെയിലായാലും മഴയായാലും എടക്കൊച്ചിക്കാർക്ക് എന്നും കുടിവെള്ളക്ഷാമമാണ്. പ്രദേശം മുഴുവൻ ഉപ്പുവെള്ളമായതിനാൽ എടക്കൊച്ചി കനോസ നഗർ നിവാസികൾക്ക് ടാങ്കർ വെള്ളമാണ് ഏക ആശ്വാസം. പണ്ടെപ്പോഴോ ഇവിടെ സ്ഥാപിച്ച പൊതുടാപ്പ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി. ഇടക്കൊച്ചിയിൽ 50ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കനോത്ത നഗറിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ ധാരാളം. ഇവിടെയുള്ള കിണറുകളിൽ മുഴുവൻ ഇതുപോലെ കറുത്ത് കലങ്ങിയ വെള്ളമാണ്. ഉപ്പുരസവും ദുർഗന്ധവുമാണ് ഈ വെള്ളത്തിനെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മോട്ടോർ വെള്ളമാണെങ്കിൽ ചീത്ത കിടക്കണ മണവും ഉപ്പൊക്കെയാണ്. ഇപ്പൊ ഈ മഴയില്ലാത്ത കണ്ടിട്ട് ഭയങ്കര ഉപ്പാണ് വെള്ളത്തിന്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പണ്ടെപ്പോഴോ സ്ഥാപിച്ച പൊതുപൈപ്പ് കണ്ടെത്താൻ ചിലർ ശ്രമം നടത്തി. കാടുമൂടി പ്രവർത്തനരഹിതമായ പൈപ്പ് കണ്ടെത്താനുള്ള ശ്രമം പിന്നീട് പരാജയപ്പെടുകയായിരുന്നു. പൈപ്പ് വർഷങ്ങളായിട്ട് ഒരെണ്ണമുണ്ട്. മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളം അവിടുന്ന് കണക്ഷൻ കൊടുത്തേക്കുന്ന ചെറിയ പൈപ്പാണ്. അത് പൊക്കിയും വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇതുവരെ വെള്ളം വന്നല്ല. ആഴ്ചയിൽ 2 തവണ വരുന്ന ടാങ്കർ വെള്ളം ഓരോ കുടുംബവും ശേഖരിച്ചു വെക്കുന്നത് ഈ ഡ്രമ്മുകളിലാണ്. 45 കുടുംബം ഉണ്ടാവും ഇവിടെ. അവർക്കാണ് ഈ വെള്ളം വണ്ടി വരുന്നത്. വെള്ളം വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തല്ലുപിടുത്തമാണ് ഇവിടെ. വെള്ളം കിട്ടണില്ല. സ്ഥലത്ത് പുതിയ ജനപ്രതിനിധികൾ എത്തിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം വൈകില്ലെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇടക്കൊച്ചിക്കാരുടെ കുടിവെള്ള പ്രശ്നം. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. മണ്ഡലത്തിൽ പുതിയ MLA വന്നതോടെ ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കനോത്ത നഗർ നിവാസികൾ. ഇടക്കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ KM രഞ്ജിത്തിനൊപ്പം KM ഉമേഷ്. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ 100ാം പിറന്നാൾ കൈരളി TVയും കാഴ്ചയും സംയുക്തമായി ആഘോഷിക്കുന്നു. പത്തനംതിട്ടയിൽ ഇന്ന് നടക്കുന്ന ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് 5:30 ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക. NCDC കേരള റീജിയന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 2 ദിവസം നീളുന്ന അഡ്വാൻസ്ഡ് മെഡിറ്റേഷൻ പരിശീലന ക്യാമ്പ് തുടങ്ങി. ശിക്ഷക് സദനിൽ നടക്കുന്ന ക്യാമ്പ് മേയർ EP ലത ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ക്യാമ്പ് നാളെ സമാപിക്കും.